പട്ടാള നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് ദക്ഷിണ കൊറിയയുടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യൂൻ സുക് യോലിനെ അറസ്റ്റ് ചെയ്യാൻ സോൾ വെസ്റ്റേൺ ഡിസ്ട്രിക്ട് കോടതി അനുമതി നൽകി. ഈ കുറ്റത്തിന് ഇംപീച്ച് ചെയ്യപ്പെട്ട യൂൻ നൽകിയ അപ്പീൽ ഭരണഘടനാ കോടതിയിൽ വിചാരണ നടക്കുന്നതിനിടയിലാണ് അറസ്റ്റിന് അനുമതി. നിലവിലെ പ്രസിഡന്റിനെതിരെ അറസ്റ്റ് വാറന്റ് ഇത് ആദ്യമായിട്ടാണ്. പട്ടാള നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും പ്രസിഡന്റിന് ലഭിക്കുന്ന പ്രത്യേക നിയമ പരീക്ഷയ്ക്ക് പുറത്തുള്ള വിഷയമാണിതെന്നും കോടതി വ്യക്തമാക്കി. ഈ മാസം 6 വരെ സാധുതയുള്ള വാറന്റിൽ അറസ്റ്റ് ചെയ്ത് 48 മണിക്കൂർ കസ്റ്റഡിയിൽ വെക്കാമെന്നും തുടർന്ന് കസ്റ്റഡി ആവശ്യമുണ്ടെങ്കിൽ കോടതിയുടെ അനുമതി തേടണമെന്നും പറയുന്നുണ്ട്. വാറന്റിന് നിയമസാധുതയില്ല എന്ന് യൂനിന്റെ അഭിഭാഷകൻ പറഞ്ഞു. കഴിഞ്ഞ മാസം 3-നാണ് പ്രസിഡന്റ് യൂൻ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പട്ടാള നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ശക്തമായ എതിർപ്പിനെ തുടർന്ന് പിറ്റേന്ന് തന്നെ അത് പിൻവലിക്കേണ്ടി വന്നു. പ്രതിപക്ഷ കക്ഷികൾക്ക് ഭൂരിപക്ഷമുള്ള പാർലമെന്റ് ഇംപീച്ച് ചെയ്തതിനെ തുടർന്ന് പ്രസിഡന്റ് സസ്പെൻഷനിലായി മാറി. പ്രധാനമന്ത്രിയെ ഹാൻ ഡെസ്കുവിന് പ്രസിഡന്റിന്റെ ചുമതല നൽകിയെങ്കിലും അദ്ദേഹവും ഇംപീച്ച് ചെയ്യപ്പെട്ടു. ധനമന്ത്രി ചോങ് സാങ് മോക്കിനാണ് ഇപ്പോൾ പ്രസിഡന്റിന്റെ ചുമതല. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.